ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്രൈസ്തവർ പാതി നോമ്പിലും പെസഹായ്ക്കും ഉണ്ടാക്കുന്ന ഇണ്ടേറപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ചുട്ടെടുത്തുണ്ടാക്കാം, പിന്നെ ആവിയിൽ വെച്ചും വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ചുട്ടെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ചുട്ടെടുത്തുണ്ടാക്കുന്ന ഇണ്ടേറപ്പത്തിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പാൽക്കുറുക്കും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉഴുന്ന് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയാണ്. അപ്പോൾ ഈ തേങ്ങ നമുക്ക് കുറച്ച് തേങ്ങ കൊത്തായിട്ട് എടുക്കണം, കുറച്ച് ചിരകി എടുക്കണം. ഞാനിവിടെ തേങ്ങ ചെറുതായി അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ചിരകി എടുക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. അപ്പോൾ ചുവന്നുള്ളി ചെറുതായി നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതൊരു 100-150 ഗ്രാം ചുവന്നുള്ളി ആവശ്യമുണ്ട്. ചുവന്നുള്ളി കൂടുതലിടുമ്പോഴാണ് ഇണ്ടേറപ്പത്തിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പോൾ ഈ ചുവന്നുള്ളിയെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 1/2 ഗ്ലാസ് ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഇത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉഴുന്ന് നന്നായി നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ജാറിലേക്ക് നമ്മളിവിടെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 6-7 ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ചുവന്നുള്ളി മുഴുവനും അരിഞ്ഞു വെച്ചേക്കണ കാരണം അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കിത് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉഴുന്നിട്ട പാത്രത്തിലേക്ക് ഈ തേങ്ങ അരച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി കഴുകി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായി മിക്സാക്കി എടുക്കണം. ഇത് ഇതേപോലെ നന്നായി മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതും ഉഴുന്നും കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഞാനിതിൽ ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു കളറിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെയാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങക്കൊത്ത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങക്കൊത്തെല്ലാം ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് ചുവന്നുള്ളിയാണ്. അപ്പോൾ നമുക്ക് ഈ ചുവന്നുള്ളി ഇതിലിട്ടിട്ട് ഇതും നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങക്കൊത്ത് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്, മുഴുവൻ ഇതിലിട്ട് കൊടുക്കണില്ല. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളി വറുത്തതാണ്. അപ്പോൾ അതിൽ ഉള്ളി വറുത്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉള്ളി അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത്രയും അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ നന്നായി നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങക്കൊത്തും ചുവന്നുള്ളിയും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതൊന്ന് മൊരിച്ചെടുക്കണം.
ഓയിൽ താല്പര്യമില്ലാത്തവർക്ക് ഇത് ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും ഈ വെളിച്ചെണ്ണയിൽ നമ്മളിങ്ങനെ മൊരിയിച്ചെടുക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടിഭാഗം കൂടി ഒന്ന് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ 2 ഭാഗവും നന്നായി മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ എല്ലാതും ചുട്ടെടുക്കാം. ഈ അളവിൽ എനിക്ക് ഇതേപോലെ ഉണ്ടാക്കിയപ്പോൾ 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് പാൽക്കുറുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വലിയ ടീസ്പൂണിൽ 3 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. തേങ്ങാപ്പാൽ കുറേശ്ശെയായി ഒഴിച്ച് അതിൻ്റെ കട്ടകളെല്ലാം മാറ്റി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. 1-ാം പാലും 2-ാം പാലും കൂടി 1.25 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് കട്ടയില്ലാതെ നമുക്കിത് കലക്കിയെടുക്കണം. അപ്പോൾ എല്ലാ പാലും തേങ്ങാപ്പാലും ഒഴിച്ച് നമുക്ക് നന്നായി ഇത് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഇത് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. ഇത് നിർത്താതെ നമുക്ക് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച പോലെയാവും. അതുകൊണ്ട് നിർത്താതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻഡിയറപ്പവും പാൽക്കുറുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇൻഡിയറപ്പം കിട്ടിയേക്കണത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.